യെശയ്യാ പ്രവചന പുസ്തകം 7:14 പ്രവചനത്തിൽ പറഞ്ഞതാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ്റെ പേർ ഇമ്മാനുവേൽ എന്ന് വിളിക്കും. ഇതിൻ്റെ നിവർത്തീകരണമാണ് മത്തായി 1:22-23 നാം കാണുന്നത്. യേശുവിനെ പറ്റി പറയുന്നതാണ്, കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. അതായത് അതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെയെന്ന്. ഇത് അക്ഷരാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ നിവൃത്തീകരിക്കപ്പെട്ടു. യോഹന്നാൻ 1:14 തന്നെ യേശുവിനെ പറ്റി പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. എന്നിട്ട് യേശു തന്നെ മത്തായി 28:20 അതായത് മഹാദൗത്യം തന്നിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ യേശു പറഞ്ഞത്, ഞാനോ നിങ്ങളോടൊപ്പം ലോകാവസാനത്തോളം ഉണ്ടായിരിക്കും. അതെ, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയിലും യേശു കർത്താവ് ഇന്നും എന്നേക്കും നിത്യതയിൽ അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് യേശു വാഗ്ദത്തം ചെയ്തത്.